ആവേ ആവേ മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. പരിശുദ്ധ അമ്മയുടെ ഫാത്തിമ ദർശനത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന ഈ 2017 അമ്മയുടെ ജന്മദിന തിരുനാളിനോടനുബന്ധിച്ച് മിഡിൽ ഈസ്റ്റ് നഴ്സസ് മിനിസ്ട്രി ഒരുക്കിയ ഒരു ജന്മദിന സമ്മാനം. വെളിപാട് പുസ്തകത്തിൽ നാം വായിക്കുന്ന പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. പരിശുദ്ധ അമ്മ ഫാത്തിമ ദർശനത്തിൽ കുട്ടികളോട് പറഞ്ഞ കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് സഹായകരമാണ്. എന്തായിരുന്നു ഈ ഫാത്തിമ സംഭവം? 1917 മെയ് 13 ഞായറാഴ്ച ലൂസിയും ജസീന്തയും ഫ്രാൻസിസ്കോയും കോവാദെ ഇറിയ എന്ന മലഞ്ചെരുവിൽ ആടുകളെ മേയിച്ചുകൊണ്ട് നടന്നു. ഉച്ചഭക്ഷണം കഴിഞ്ഞ് കളിക്കാനൊരുങ്ങുമ്പോൾ പെട്ടെന്ന് ആകാശത്തെ കീറി മുറിച്ചുകൊണ്ട് ഒരിടിമിന്നൽ. വലിയ കൊടുങ്കാറ്റുണ്ടാകാനുള്ള ലക്ഷണം കണ്ട കുട്ടികൾ പെട്ടെന്ന് ആടുകളെയെല്ലാം ഒരുമിച്ച് കൂട്ടി വീട്ടിലേക്ക് പോകാനൊരുങ്ങി. അപ്പോഴാണ് അവർക്ക് പോകേണ്ട വഴിക്ക് അഭിമുഖമായി നിൽക്കുന്ന ഓക്കുമരത്തിന്റെ മുകളിലേക്ക് ഒരു പ്രകാശഗോളം വന്നിറങ്ങുന്നത് അവർ കണ്ടത്. അതാ മരത്തിന് മുകളിലായി അതിമനോഹരിയായ ഒരു സ്ത്രീ. അവളുടെ പാദങ്ങൾ തിളങ്ങുന്ന മേഘങ്ങളാൽ മൂടപ്പെട്ടിരുന്നു. നെഞ്ചിനു മുകളിലായി ഇരുകരങ്ങളും കൂപ്പിപ്പിടിച്ചിരുന്ന അവളുടെ വലത് കൈത്തണ്ടയിൽ വിശിഷ്ട മുത്തുകൾ കൊണ്ട് കോർത്ത ഒരു ജപമാല തൂങ്ങിക്കിടന്നിരുന്നു. അവൾ പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ സ്വർഗത്തിൽ നിന്ന് വരുന്നു. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ലൂസ് ചോദിച്ചപ്പോൾ തുടർന്നുള്ള 6 മാസങ്ങളിലെയും 13-ാം തീയതികളിൽ ഇവിടെ വരണമെന്നും അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നും പറയാമെന്ന് ആ സ്ത്രീ അവരോട് പറഞ്ഞു. പിന്നീട് നിങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുവാനും അവിടുത്തേക്കെതിരായി പാപം ചെയ്യപ്പെടുന്ന എണ്ണമറ്റ പാപികളുടെ മാനസാന്തരത്തിനായി അവിടുന്ന് അയക്കുന്ന സഹനങ്ങളെ സ്വീകരിക്കുവാനും നിങ്ങൾക്ക് സമ്മതമാണോ എന്ന ചോദ്യത്തിന് 3 പേർക്കും വേണ്ടി ലൂസി അതെ എന്നുത്തരം നൽകിയപ്പോൾ 1-ാം ലോകമഹായുദ്ധം അവസാനിപ്പിക്കുവാനും ലോക സമാധാനത്തിനുമായി ജപമാല ചൊല്ലാൻ ഉപദേശിച്ചുകൊണ്ട് അവൾ യാത്ര പറഞ്ഞു. പിന്നീട് ജൂലൈ 13 ഓക്കുമരത്തിന്റെ മുകളിലായി പ്രത്യക്ഷപ്പെട്ട് മാതാവ് പറഞ്ഞു, പാപികൾക്ക് വേണ്ടി നിങ്ങളെ തന്നെ പരിഹാര ബലിയായി സമർപ്പിക്കുക. ഓരോ ത്യാഗപ്രവൃത്തികൾ ചെയ്യുമ്പോഴൊക്കെയും ഇങ്ങനെ പ്രാർത്ഥിക്കണം: ഓ ഈശോയെ, അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി പാപികളുടെ മാനസാന്തരത്തിനും മറിയത്തിന്റെ വിമല ഹൃദയത്തിനെതിരായി ചെയ്ത സകല പാപങ്ങളുടെയും പരിഹാരത്തിനുമായി ഞാനിത് സമർപ്പിക്കുന്നു.
അതിനുശേഷം ദിവ്യകന്യക തന്റെ കരങ്ങൾ നീട്ടിവിടർത്തി. പെട്ടെന്ന് ഭൂമി അപ്രത്യക്ഷമായി ഒരു അഗ്നിസമുദ്രത്തിന്റെ തീരത്ത് നിൽക്കുന്നതായി കുട്ടികൾക്ക് തോന്നി. പാപികളുടെ പാവം ആത്മാക്കൾ എത്തിച്ചേരുന്ന നരകമായിരുന്നു അത്. തീജ്വാലകളിൽ ഞെളിവിരി കൊണ്ടുകൊണ്ട് അലറിക്കരയുന്ന അവരുടെ അകത്തും പുറത്തും തീയായിരുന്നു. പരിശുദ്ധ അമ്മ പറഞ്ഞു, എല്ലാ ദിവസവും മുടങ്ങാതെ കൊന്ത ചെല്ലുക, പ്രാർത്ഥിക്കുക. കാരണം ആരും പ്രാർത്ഥിക്കാനും പരിഹാരം ചെയ്യാനും ഇല്ലാത്തതിൻ്റെ പേരിൽ അനേകം ആത്മാക്കൾ നരകത്തിൽ അകപ്പെട്ടു പോകുന്നു. പിന്നീട് ഓഗസ്റ്റിലും സെപ്റ്റംബറിലും 13-ാം തീയതി അമ്മ പ്രത്യക്ഷപ്പെട്ടു. ഒക്ടോബർ 13-ന് പ്രത്യക്ഷപ്പെടുമ്പോൾ എല്ലാവരും വിശ്വസിക്കുന്നതിനായി ഒരു അത്ഭുതം പ്രവർത്തിക്കുമെന്ന് അവരോട് അമ്മ പറഞ്ഞു. അപ്രകാരം തന്നെ ഒക്ടോബർ 13-ന് ഉച്ച കഴിഞ്ഞ ഉടനെ തന്നെ പരിശുദ്ധ അമ്മയെത്തി. ഒന്നാം ലോകമഹായുദ്ധം അവസാനിക്കാൻ പോകുന്നുവെന്ന സദ്വാർത്ത പറഞ്ഞതിനു ശേഷം തൻ്റെ കൈകൾ വിടർത്തി. അതിൽ നിന്നും ഒരു പ്രകാശം സൂര്യന് നേരെ പ്രവഹിച്ചു. സൂര്യൻ മങ്ങി ഒരു വെള്ളിത്തളിക പോലെയായി. വിവിധ കളറിലുള്ള പ്രകാശം സൂര്യനിൽ നിന്നും പ്രവഹിക്കുവാനും സൂര്യൻ കറങ്ങാനും തുടങ്ങി. ഭീകരമായൊരു അഗ്നിചക്രം പോലെ അത് ഭ്രാന്തമായി നൃത്തം ചെയ്യാൻ തുടങ്ങി. ഭ്രമണപഥത്തിൽ നിന്നും വിട്ട് ഭൂമിയെ ഇടിച്ചു തകർക്കാൻ പോകുന്നത് പോലെ ഭൂമിയുടെ നേരെ പാഞ്ഞു വന്നു. ഇത് ലോകാവസാനമാണെന്ന് പറഞ്ഞുകൊണ്ട് ചെളിയിൽ തന്നെ മുട്ടുകുത്തി പാപങ്ങൾക്ക് മാപ്പ് ചോദിച്ച് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. മഴയിൽ നനഞ്ഞു കുതിർന്ന 70,000-ഓളം പേരുടെ വസ്ത്രങ്ങൾ ഉണങ്ങി. അനേകം രോഗികൾ സുഖപ്പെട്ടു. ഉടൻ തന്നെ സൂര്യൻ വീണ്ടും ഉയർന്ന് പഴയ സ്ഥാനത്ത് സ്വയം ഉറപ്പിച്ചു. ഈ ഫാത്തിമ സംഭവത്തിൽ 3 രഹസ്യങ്ങളാണ് പരിശുദ്ധ അമ്മ ലൂസിക്ക് വെളിപ്പെടുത്തി കൊടുത്തത്. ഒന്നാമതായി, ആത്മാക്കളുടെ രക്ഷ. അനേകം ആത്മാക്കൾ നരകത്തിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്കു വേണ്ടി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി പ്രാർത്ഥിക്കുക. രണ്ടാമത്, റഷ്യയെ ലോകസമാധാനത്തിനായി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുക. മൂന്നാമത്തെ രഹസ്യം വെളിപ്പെടുത്തുവാൻ തനിക്ക് അനുമതിയില്ലെന്ന് പറഞ്ഞ ലൂസി ആ രഹസ്യം എഴുതി കടലാസ് ഒരു സീൽ ചെയ്ത കവറിൽ മാർപ്പാപ്പയ്ക്ക് കൈമാറി. ഇതുവരെയും അത് കൃത്യമായി പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ ആ രഹസ്യത്തെപ്പറ്റി ലൂസി പറഞ്ഞു, സുവിശേഷത്തിലും വെളിപാടിൻ്റെ പുസ്തകത്തിലും അതുണ്ട്.
അവ നിങ്ങൾ വായിക്കുക. ഇപ്പോൾ ലോകത്ത് നടമാടുന്ന എല്ലാ അക്രമങ്ങൾക്കും പൈശാചികതയ്ക്കും ഉള്ള പ്രതിവിധി ജപമാലയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ ഭക്തിയുമാണ്. ഹാപ്പി ബർത്ത്ഡേ മമ്മ മേരി. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. പരിശുദ്ധ അമ്മ എവിടെയെല്ലാം രക്തക്കണ്ണുനീർ ചിന്തിയോ അതിൻ്റെ എല്ലാം കാരണം നശിച്ചു പോകുന്ന മനുഷ്യമക്കളെ പറ്റിയുള്ള വേദനയായിരുന്നു. ലോകമെമ്പാടുമുള്ള മനുഷ്യമക്കളുടെ ആത്മാക്കൾക്കായി പ്രാർത്ഥിക്കണം, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം എന്ന പരിശുദ്ധ അമ്മയുടെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് നേഴ്സസ് മിനിസ്ട്രി അഖണ്ഡ ജപമാല ആരംഭിച്ചു. സെപ്റ്റംബർ 1 മുതൽ 8 വരെ രാപകൽ ഇടമുറിയാതെ. കനിവിൻ്റെ നിറവാർന്നൊരമ്മേ, നിനക്കേകുന്നു സ്നേഹപ്രണാമം. കനിവിൻ്റെ നിറവാർന്നൊരമ്മേ, നിനക്കേകുന്നു സ്നേഹപ്രണാമം. കാരുണ്യക്കടലാകുമമ്മേ, നിനക്കായിരം സ്തോത്രഗീതം. കാരുണ്യക്കടലാകുമമ്മേ, നിനക്കായിരം സ്തോത്രഗീതം. പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലേക്ക്. അതെ, ലോകം മുഴുവനെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ ഈശോയ്ക്കായി നേടുക. അതാണ് ഈ അഖണ്ഡ ജപമാലയിൽ ഓരോ ഹൃദയങ്ങളും മനമുരുകി പ്രാർത്ഥിക്കുന്നത്. തൻ്റെ തിരുക്കുമാരനോടുള്ള സ്നേഹത്താൽ ജ്വലിച്ച് പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടി രക്തക്കണ്ണീർ വാർക്കുന്ന പരിശുദ്ധ അമ്മയുടെ മാതൃവാത്സല്യത്തിൻ്റെ മാധുര്യം നുകർന്ന 8 ദിനരാത്രങ്ങൾ. അലിവിൻ്റെ അലയാഴിയാകും വിമലാംബികേ നിൻ ഹൃദയം. അലിവിൻ്റെ അലയാഴിയാകും വിമലാംബികേ നിൻ ഹൃദയം. അഗതികളാം മക്കൾക്കെന്നും ആ തിരുസന്നിധി അഭയം. കത്തോലിക്ക തിരുസഭയ്ക്കു വേണ്ടിയും ലോകമെമ്പാടുമുള്ള സകല നേഴ്സുമാർക്കും അവരുടെ കുടുംബത്തിനു വേണ്ടിയും ഓരോ നേഴ്സിൻ്റെയും കരങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാ രോഗികൾക്കു വേണ്ടിയും ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ ഓരോ ജപമാല മുത്തുകൾക്കുമൊപ്പം കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനെയും പരിശുദ്ധ അമ്മയിലൂടെ ഈശോയ്ക്കായി നേടുക. അതാണ് ഈ അഖണ്ഡ ജപമാലയിലൂടെ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത്. പ്രത്യേകിച്ച് കത്തോലിക്ക തിരുസഭയ്ക്ക് വേണ്ടിയും ലോകമെമ്പാടുമുള്ള നഴ്സുമാർക്ക് വേണ്ടിയും അവരുടെ കുടുംബത്തിന് വേണ്ടിയും അതോടൊപ്പം നഴ്സുമാരുടെ കരങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോ രോഗികളെയും സമർപ്പിച്ചുകൊണ്ട് ഓരോരുത്തരും പ്രാർത്ഥിച്ചു. ഈ അഖണ്ഡ ജപമാലയുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു തന്നത് UAE നഴ്സസ് മിനിസ്ട്രിയുടെ സ്പിരിച്വൽ ഡയറക്ടറായ ബഹുമാനപ്പെട്ട വർഗീസ് ചെമ്പോലി അച്ഛനാണ്. നമുക്ക് അച്ഛനെ ശ്രവിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 8 നോയമ്പിൻ്റെയും പ്രാർത്ഥനാ ചൈതന്യത്തിലും ആയിരിക്കുന്ന ഷാലോം പ്രേക്ഷകരായ എല്ലാ സഹോദരീ സഹോദരന്മാർക്കും പരിശുദ്ധ കന്യാമാതാവിൻ്റെ ജനന തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും ദൈവകൃപയും ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. 8 ദിവസം 24 മണിക്കൂർ ഇടവിടാതെ അഖണ്ഡ ജപമാല പ്രാർത്ഥന നടത്തുക, ഇത് സാധ്യമാണോ? നേഴ്സസ് മിനിസ്ട്രിയിലെ അംഗങ്ങൾ ഈ ആവശ്യവുമായി എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ സംശയിച്ചു, ഇത് സാധിക്കുമോ? ഇതിന് ആവശ്യത്തിന് ആൾക്കാരെ കിട്ടുമോ? എന്നാൽ കഴിഞ്ഞ 6 വർഷമായി യാതൊരു തടസ്സവും കൂടാതെ വളരെ ആത്മാർത്ഥമായി ഈ
8 നോയമ്പ് അഖണ്ഡ ജപമാല പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ ആളുകൾ, നേഴ്സുമാർ, അവരുടെ കുടുംബാംഗങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി മുന്നോട്ട് വന്നു. ഈ കഴിഞ്ഞ 6 വർഷങ്ങളിൽ നേഴ്സസ് മിനിസ്ട്രി നടത്തിക്കൊണ്ടിരിക്കുന്ന അഖണ്ഡ ജപമാല പ്രാർത്ഥനയിലൂടെ 100 കണക്കിന് ജനങ്ങൾക്ക്, ദൈവമക്കൾക്ക് അത്ഭുതകരമായി ദൈവത്തിൻ്റെ കൃപ ലഭിക്കുവാൻ ഇടയായി എന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സാക്ഷ്യങ്ങൾ കേൾക്കാനിടയായി. വളരെ സന്തോഷം. പ്രാർത്ഥനയ്ക്ക് അതിന് ഉത്തരം ലഭിക്കുമെന്നുള്ളത് യേശുവിൻ്റെ തന്നെ വാഗ്ദാനമാണ്. രക്ഷാകരമായ രഹസ്യങ്ങൾ ധ്യാനിച്ചുകൊണ്ട് 8 ദിവസം 24 മണിക്കൂറും തുടർച്ചയായിട്ടുള്ള അഖണ്ഡ ജപമാല പ്രാർത്ഥനയിലൂടെ ദൈവ ജനങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന നിരവധിയായിട്ടുള്ള നന്മകളെ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. പരിശുദ്ധ കന്യാമാതാവിനെ സ്തുതിക്കുന്നു. മാതാവിനെക്കുറിച്ച് ഇങ്ങനെ കേട്ടിട്ടുണ്ട്: മദർ മേരി is the divine page on which God wrote His word, the Son of God. ആദിയിലുണ്ടായിരുന്ന ആ വചനം എഴുതപ്പെട്ട വളരെ നിർമ്മലമായ പുസ്തകത്താളാണ് പരിശുദ്ധ കന്യാമാതാവ്. ആ മാതാവിൻ്റെ വിശുദ്ധിയിലേക്ക് വളരുവാൻ നമ്മെ ഓരോരുത്തരെയും സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ സകല മനുഷ്യർക്കും ആ പദവിയിലേക്ക് ഉയരാൻ സാധിക്കും എന്ന് യേശു ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്. മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നു: ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരിമാർ, സഹോദരന്മാർ? എൻ്റെ പിതാവിൻ്റെ ദൈവവചനം കേൾക്കുകയും ശ്രവിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന വ്യക്തി ആരാണോ അവനാണ് എൻ്റെ അമ്മ, എൻ്റെ സഹോദരന്മാർ, എൻ്റെ സഹോദരിമാർ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഷാലോം TV പ്രേക്ഷകരായ സഹോദരീ സഹോദരന്മാരെ, നമുക്കും ദൈവത്തിൻ്റെ വചനം ഈ ലോകത്തിന് എഴുതി കാണിച്ചു കൊടുക്കുന്ന നല്ല പുസ്തകത്താകുകളാകാൻ സാധിക്കട്ടെ. 2033 ആണ്ട് തിരുസഭയ്ക്കും വേണ്ടി മാത്രമല്ല, ലോകം മുഴുവനും വേണ്ടിയുള്ള വലിയ അനുഗ്രഹദായകമായ വർഷമാണ്. അഖണ്ഡ ജപമാലയിലൂടെ നേഴ്സസ് മിനിസ്ട്രിയിലെ അംഗങ്ങൾ തിരുസഭയുടെ നന്മയ്ക്കു വേണ്ടി, തിരുസഭയുടെ സംരക്ഷണത്തിനു വേണ്ടി, തിരുസഭ ലോകത്തിന് രക്ഷപ്രദാനം ചെയ്യുന്ന ദൈവത്തിൻ്റെ ശക്തമായ ഉപകരണമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ലോകത്തിലുള്ള സകല ജനതകളും യേശുവിനെ അറിയുവാനും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുവാനും ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. Happy birthday, Mama Mary. Ave, Ave, Ave Maria. Ave, Ave, Ave Maria. Ave, Ave, Ave Maria. Ave, Ave, Ave Maria. വർഗീസ് അച്ഛനെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയാം. ഈ അഖണ്ഡ ജപമാലയിൽ പങ്കെടുത്ത 100 കണക്കിന് കുടുംബങ്ങൾക്ക് പരിശുദ്ധ അമ്മയുടെ സ്നേഹവാത്സല്യം നുകരുവാനായി സാധിച്ചു. ഇനി നമുക്ക് അവരുടെ അനുഭവങ്ങളിലേക്ക് കടക്കാം. ഇവിടെ വന്നിരുന്ന ഒരു 8 ദിവസം പരിശുദ്ധ അമ്മയുടെ കൂടെ ജപമാല ചൊല്ലി ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരുന്ന് വലിയൊരു ഹെവൻലി എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ലോകമെമ്പാടുമുള്ള നേഴ്സുമാർക്ക് വേണ്ടി അവരുടെ വേദനകളോട് ചേർന്ന് മധ്യസ്ഥം വഹിച്ചപ്പോൾ അതും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അനുഭവം തന്നെയായിരുന്നു. കുട്ടികൾക്ക് ആദ്യത്തെ ദിവസമൊക്കെ വരാൻ കുറച്ച് മടിയായിരുന്നു. പക്ഷേ ഒരു പ്രാവശ്യം വന്നിട്ട് പിന്നെ എല്ലാ ദിവസവും അവർക്ക് തന്നെ വരണമെന്ന് എന്നേലും കൂടുതൽ ആഗ്രഹമായിരുന്നു. ഈ 8 ദിവസം ഞാനിവിടെ വന്നിരുന്നപ്പോൾ എൻ്റെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ ഭംഗിയായി നടത്തി തന്നു.
പ്രൈസ് ദി ലോർഡ്. ഞാൻ ആദ്യമായിട്ടാണ്, അത് ഞങ്ങളുടെ കൂടെയുള്ള സിസ്റ്റർ നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഈ ടൈമിലേക്ക് കടന്നു വന്നത്. പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം, ഒരുപാട് ബ്ലെസ്സിങ് കിട്ടിയതുപോലെ ഒരു അനുഭവമായിരുന്നു അതിനുണ്ടായിരുന്നത്. ചേച്ചി പറഞ്ഞതുപോലെ ഇവിടെ ഒരാൾക്ക് വേണ്ടിയിട്ടല്ല, ലോകമെമ്പാടുമുള്ള സിസ്റ്റർമാർക്ക് വേണ്ടിയിട്ട്, സ്റ്റാഫിന് വേണ്ടിയിട്ട് ഒക്കെ ഇവിടെ പ്രാർത്ഥിക്കാൻ കണ്ടപ്പോൾ വളരെയധികം സന്തോഷവും ഒരുപാട് സങ്കടവും തോന്നി. കാരണം ഇത്രയും നാൾ എന്താണ് വരാതിരുന്നതെന്നുള്ള രീതിയിൽ വെച്ചിട്ട്. പിന്നെ ഡ്യൂട്ടിയുടെ ഇടയ്ക്കുള്ള കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ആ വിഷമങ്ങളും എല്ലാം മറന്നുപോയി ഇവിടെ വന്നിരുന്ന ഒരു ദിവസത്തെ ആ പ്രാർത്ഥനയിൽ പങ്കെടുത്തപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. പ്രൈസ് ദി ലോർഡ്. ഓഗസ്റ്റ് 30-ാം തീയതി കൊന്തയ്ക്ക് കടന്നു വന്നപ്പോൾ ഞാൻ വളരെ ഭാരത്തോടു കൂടിയായിരുന്നു വന്നത്. നാട്ടിൽ എൻ്റെ വീട് പണി നടക്കുമായിരുന്നു. പൈസയ്ക്ക് വളരെ പ്രയാസമായിരുന്നു. ഈ 8 ദിവസം ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു. ലോകമെമ്പാടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എവിടെ നിന്നാണെന്ന് എനിക്കറിയില്ല. നാളെ വീടിൻ്റെ വാർക്കിൽ നടക്കാനുള്ള പൈസ എല്ലാം അറേഞ്ചായി. ഇത് മാതാവിൻ്റെ മധ്യസ്ഥത അപേക്ഷിച്ചതുകൊണ്ട് മാത്രമാണ് ലഭിച്ചതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എട്ട് ദിവസത്തെ ജപമാല കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെല്ലണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തപ്പോൾ അതെങ്ങനെ കൊണ്ടുപോകണം, 8 ദിവസം അതെങ്ങനെ പോകും എന്നതിനെ പറ്റി യാതൊരു ഐഡിയയും ഇല്ലാതെ നമ്മൾ ഇരിക്കുമ്പോഴാണ് വളരെ ശക്തമായ മധ്യസ്ഥ പ്രാർത്ഥന മാത്രമാണ് ഈ 8 ദിവസം മാതാവിനോടൊപ്പം നമുക്ക് പല എമിറേറ്റ്സിൽ നിന്നും 7 എമിറേറ്റ്സിൽ നിന്നുള്ള എല്ലാ സഹോദരങ്ങളും വന്ന് സഹകരിച്ച് ഈ 8 ദിവസം ഏറ്റവും മനോഹരമാക്കാൻ സാധിച്ചത് ഇൻ്റർസെഷൻ ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതിനായിട്ട് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥം അപേക്ഷിച്ച പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി അർപ്പിക്കുന്നു. വ്യക്തിപരമായൊരു പ്രാർത്ഥനയല്ല ഇവിടെ നടക്കുന്നത്. ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാർക്ക് വേണ്ടിയിട്ട്, പാപികളുടെ മാനസാന്തരത്തിനായിട്ട്, തിരുസഭയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് അവരെ ഒത്തിരിയേറെ ടച്ച് ചെയ്തൊന്ന് നമുക്ക് അറിയാനായിട്ട് സാധിച്ചു. അതിൻ്റെ ഒപ്പം തന്നെ ഈ ദിവസങ്ങളിൽ തന്നെ കൊന്തയ്ക്ക് എഴുതിയിട്ട പല നിയോഗങ്ങളുടെയും പ്രാർത്ഥന മാതാവ് സ്വീകരിച്ച് അതിന് ഉത്തരം തരുന്നതായിട്ട് നമുക്ക് പലരിൽ നിന്നും സാക്ഷ്യം ലഭിക്കുകയും ചെയ്തു. ഈശോയ്ക്ക് 1000 നന്ദി എല്ലാത്തിനും. ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. പരിശുദ്ധ അമ്മയുടെ പിറവിയോടനുബന്ധിച്ച് 1 മുതൽ 8-ാം തീയതി വരെ എല്ലാ ദിവസവും രാത്രിയിൽ ഇവിടെ വന്ന് കൊന്ത ചെയ്യാനുള്ള വലിയൊരു ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചു. അമ്മയുടെ സ്നേഹത്തിലേക്ക് ഞങ്ങളെ മാടി വിളിച്ചത് എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. പലപ്പോഴും ഞങ്ങൾ ക്ഷീണം കൊണ്ട് വരാതിരുന്നിട്ടുണ്ട്. എങ്കിൽ പോലും ആ സമയമാകുമ്പോൾ അമ്മയുടെ സ്നേഹം ഞങ്ങളെ ഈ കൊന്തയിലേക്ക് മാടി വിളിക്കുകയാണ്. ശരിക്കും എനിക്കും അതുപോലെ തന്നെയായിരുന്നു. അമ്മയുടെ ഉള്ള സ്നേഹമായിരുന്നു എന്നെ ഇങ്ങോട്ട് മാടി വിളിച്ചത്. അറിയാണ്ട് ഒത്തിരി വിഷമമാണെങ്കിലും ഒത്തിരി ടയേർഡാണെങ്കിലും എൻ്റെ അമ്മ ഇവിടെ ഇരിപ്പുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ, എൻ്റെ അമ്മയുടെ ജപമാലയാണല്ലോ ഇവിടെ നടക്കുന്ന ഓർക്കുമ്പോൾ ഉറക്കവും ക്ഷീണവും ഒന്നും ഞാൻ ഓർക്കത്തില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഇപ്പോൾ ഈ വരാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഈ അമ്മയുടെ ഉള്ള സ്നേഹത്തിലൂടെ എൻ്റെ ഈശോയാണല്ലോ ഞാൻ സ്നേഹിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇവിടെ വന്നിരിക്കാനും ജപമാല ചെല്ലുവാനും. ശരിക്കും ലോകമെമ്പാടുമുള്ള നഴ്സുമാർ ഒത്തിരി പേര് നൈറ്റ് ഡ്യൂട്ടികൾ ചെയ്ത് അവർക്കൊക്കെ വേണ്ടി ഇവിടെ വന്നിരുന്ന് ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാർക്കും വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വലിയൊരു കൃപ അമ്മ നമുക്ക് നൽകി. ശരിക്കും അന്ന് ഒത്തിരി പേര് നൈറ്റ് ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ ഞങ്ങൾക്കാണ് അമ്മ ആ ഭാഗ്യം തന്നത്. 8 ദിവസം അമ്മയോടൊപ്പം നൈറ്റിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനുള്ള കൃപ അത് അമ്മ ഞങ്ങൾക്ക് തന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ആ ജപമാല ചൊല്ലിയപ്പോൾ ആ സമയങ്ങളിൽ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്ന എല്ലാ നേഴ്സുമാരെയും കൂടെ ഓർത്താട്ടെ ഞങ്ങൾ ശരിക്കും ജപമാല ചൊല്ലിയത്. Ave Ave Maria, Ave 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 Maria, Ave 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 Maria, Ave 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 Maria. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയെ കുടുംബത്തിൻ്റെ റാണിയായി സ്വീകരിച്ച ഈ മക്കളെ പോലെ നമുക്കും അമ്മയെ സ്നേഹിക്കാം. 2017 ഒക്ടോബർ 13-ാം തീയതി ഫാത്തിമ ദർശനത്തിൻ്റെ 100-ാം വർഷത്തെ ആഘോഷങ്ങൾ പൂർത്തിയാവുകയാണ്. എങ്കിലും ലോകമക്കൾക്കായുള്ള പ്രാർത്ഥന ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ലോക സുവിശേഷവൽക്കരണം എന്ന തിരുസഭയുടെ ദൗത്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് നഴ്സുമാർഗം പ്രവർത്തിക്കാം. 2033
തിരുസഭ മഹാജൂബിലി ആഘോഷിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള നഴ്സുമാരിലേക്കും ഈശോയുടെ സ്നേഹം നിറയുക എന്ന ഉദ്യമത്തോടെ നഴ്സസ് മിനിസ്ട്രി മുന്നിട്ടിറങ്ങിയിരിക്കുന്ന ഫോക്കസ് 2033 എന്ന പ്രോഗ്രാമിൻ്റെ വിജയത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നിറവിനാൽ ഫോക്കസ് 2033 നിറയട്ടെ എന്ന പ്രാർത്ഥനയോടെ ലോകമെമ്പാടുമുള്ള നഴ്സുമാരെയും അവരുടെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി തീരട്ടെ, ഒരു വിശുദ്ധയായി തീരട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.